ഓക്കെ, ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഇതൊരു എസ് എ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ നമുക്ക് എഴുതേണ്ടുന്ന കാര്യങ്ങൾ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ആൻഡ് പ്രോസസ്, സ്റ്റേജസ് ഓർ സ്റ്റെപ്സ് ഇൻ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, പ്രോസസ് ഓർ സ്റ്റേജസ് ഓർ സ്റ്റെപ്സ് ഇൻ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് വാട്ട് ആർ ദ ആൻഡ് എക്സ്പ്ലനേഷൻസ് ആൻഡ് റീസൺസ് ഓർ ഫെയിലിയർ ഓഫ് ന്യൂ പ്രോഡക്റ്റ് കൺക്ലൂഷനായിട്ട് എഴുതാം. അപ്പോൾ ഒരു എസ് എ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ, ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ എസ് എ വരുന്നെങ്കിൽ അതിനകത്ത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് product development and what are the need and importance of new product development and main content എന്ന് പറയുന്നത് ISAയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് പ്രോസസ് ഓർ സ്റ്റേജസ് ഓർ സ്റ്റെപ്സ് ഇൻ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ദെൻ കൺക്ലൂഷനായിട്ട് നമുക്ക് റീസൺസ് ഓഫ് ഫെയിലിയർ ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻ്റ് എന്ന് ന്യൂ പ്രോഡക്റ്റ് കൂടെ എഴുതാം. ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഫെയിലിയർ ആയി പോകാനുള്ള റീസൺസും ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമുക്കറിയാം. ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടുന്ന ഒരു ആവശ്യം ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഉണ്ടാവേണ്ട ആവശ്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് നമ്മൾ നേരത്തെ ലൈഫ് സൈക്കിൾ കണ്ടു. ഒരു പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ ആ പ്രോഡക്റ്റ് നിന്ന് തീരാറാവുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നമുക്ക് അതിനെ മാറ്റി പിന്നെയും അതിന് മാറ്റങ്ങൾ വരുത്തി കൊടുക്കുന്നതിനൊരു പരിധിയുണ്ട്. അതിന് ശേഷം പുതിയ പ്രോഡക്ട്സ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ് അനുസരിച്ച് പുതിയ പ്രോഡക്ട്സ് നമ്മൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷനെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. മാർക്കറ്റ് ഷെയർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ എപ്പോഴും ന്യൂ പ്രോഡക്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവും, പുതിയ ആവശ്യങ്ങളുണ്ടാവും, മാർക്കറ്റിന് പുതിയ ആവശ്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ചും ആവശ്യങ്ങളുണ്ടാവും. അതിനനുസരിച്ച് പുതിയ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് മീൻസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻ എ പ്രോഡക്റ്റ് അവൈലബിൾ ഫോർ സെയിൽ. കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന ആവശ്യത്തിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടെടുത്ത് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോഡക്ട്സ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ മീനിങ്. പ്രോഡക്റ്റ് റിസർച്ച്, പ്രോഡക്റ്റ് എൻജിനീയറിംഗ്, പ്രോഡക്റ്റ് ഡിസൈനിങ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കുന്നത്. And what are the need or importance? It ensures the product development ensures the product mix matches with the changing environmental conditions. Market conditions അനുസരിച്ച് product mix നെ മാച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു. And enabling the marketer to compete in new and developing segments of the market. നമ്മുടെ മാർക്കറ്ററിന് പുതിയ സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നു. Reducing marketers dependence upon particular segment. ഒരു പ്രത്യേക സെഗ്മെൻറ്റിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കേണ്ടുന്ന ഒരവസ്ഥയെ ഒഴിവാക്കാൻ പറ്റുന്നു. പുതിയ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുക, പുതിയ സെഗ്മെൻറ്റിലേക്ക് എൻ്റർ ചെയ്യുക. നമ്മൾ നേരത്തെ മാർക്കറ്റ് മിക്സ് കണ്ടപ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ സോപ്പിൻ്റെ പ്രൊഡക്ഷൻ മാത്രമുള്ള സമയത്ത് അതിൽ നിന്ന് മാറി വേറൊരു പ്രോഡക്റ്റൂടെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത വേറൊരു പ്രോഡക്റ്റൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സെഗ്മെൻറ്റിനെ കൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഫുള്ളി യൂട്ടിലൈസിങ് എക്സിസ്റ്റിംഗ് അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി. കമ്പനിയുടെ അൺയൂട്ടിലൈസ്ഡ് കപ്പാസിറ്റി ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നു. ആൻഡ് ലോങ് ടേം ഗ്രോത്ത് ആൻഡ് പ്രോഫിറ്റ്. അൾട്ടിമേറ്റ് ആയിട്ട് കമ്പനിയുടെ ലോങ് ടേം ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദ എസ്സേ, പ്രോസസ് ഓർ സ്റ്റേജസ് ഓർ സ്റ്റെപ്സ് ഇൻ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അത് ഫസ്റ്റ് പോയിൻ്റാണ് ഐഡിയ ജനറേഷൻ. ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു. അതിനുവേണ്ടി നമ്മൾ ഇൻറ്റേർണൽ സോഴ്സസ് യൂസ് ചെയ്യാറുണ്ട്, എക്സ്റ്റേണൽ സോഴ്സസും യൂസ് ചെയ്യാറുണ്ട്. ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത് കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക്, സെയിൽസ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട്സ്, കമ്പനിയുടെ ഇൻറ്റേർണലി ഉള്ള സോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് ഐഡിയ ജനറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഏജൻസീസ്, പ്രൈവറ്റ് റിസർച്ച് ഓർഗനൈസേഷൻ, സപ്ലയേഴ്സ് ഓഫ് ഗുഡ്സ്, മിഡിൽമാൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഇവരെല്ലാം എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. ഗവൺമെൻറ് പോളിസീസും എല്ലാം അഫക്റ്റ് ചെയ്യും. അപ്പോൾ എക്സ്റ്റേണലി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടി എക്സ്റ്റേണലി നമുക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻസ്, ഇതെല്ലാം ചേർത്ത് നമുക്ക് ഐഡിയാസ്, മാർക്കറ്റിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഓപ്പർച്യൂണിറ്റി എന്തായിരിക്കും, എന്ത് തരം പ്രോഡക്റ്റ് ആയിരിക്കും, അതിന് എന്തെല്ലാം ഫീച്ചേഴ്സ് ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ തീരുമാനിക്കണം. ദാറ്റ് ഈസ് നോൺ ആസ് ഐഡിയ ജനറേഷൻ സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജ് സ്ക്രീനിങ് ദ ഐഡിയ. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഐഡിയ നമ്മൾ സ്ക്രീൻ ചെയ്യണം. പലതരത്തിലുള്ള പ്രോഡക്ട്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, പ്രോഡക്ട്സ് നീഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വന്ന് കാണും. അത് ആക്ച്വലി സംടൈംസ് അത് ചിലർ ചെയ്ത് കാണും, പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടതായിരിക്കാം, അതുപോലെ തന്നെ
ചില പ്രൊഡക്ഷന് വേണ്ടി റിസോഴ്സസ് അവൈലബിൾ ആവില്ലായിരിക്കും, നമുക്കിപ്പോൾ ഉള്ള മെഷീനറി ചിലപ്പോൾ അതിന് സ്യൂട്ട് ആവത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് അനലൈസ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽഡ് അനാലിസിസിന് ശേഷം അതിൽ നിന്നൊരെണ്ണം ഫിക്സ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്ക്രീനിങ്. അതിന് ഏതാണ് നല്ലതെന്ന് സെലക്ട് ചെയ്യുക, നമ്മളുടെ എബിലിറ്റി അനുസരിച്ചും ആ കസ്റ്റമേഴ്സിൻ്റെ നീഡ് സാറ്റിസ്ഫാക്ഷനും വേണ്ടി സ്ക്രീൻ ചെയ്യുക. നെക്സ്റ്റ് ഇസ് ബിസിനസ് അനാലിസിസ്. ബിസിനസ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പ്രോസസ്സാണ്. Once a product concept is developed, business analyst can evaluate the business attractiveness of the proposal. ആ പ്രൊപ്പോസലിൻ്റെ അട്രാക്റ്റീവ്നെസ് എത്രത്തോളം ബിസിനസ്സുമായിട്ട് യോജിക്കും. നമ്മളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഒരാവശ്യം നോക്കി അതിനനുസരിച്ച് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തങ്ങ് കൊടുത്താൽ പോരല്ലോ. നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി, നമ്മൾക്കുള്ള ബിസിനസ് അട്രാക്റ്റീവ്നെസ് കൂടെ നോക്കണം. എത്രത്തോളം അത് ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ള ഒരു അനാലിസിസ് ആണ് ബിസിനസ് അനാലിസിസ്. നെക്സ്റ്റ് ഇസ് കൺസെപ്റ്റ് ടെസ്റ്റിംഗ്. ഈ ഒരു ഐറ്റം ഉണ്ടാക്കി അത് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് കൺസെപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് ഇൻട്രസ്റ്റ് ടു ദ ഐഡിയ ഓർ കൺസെപ്റ്റ് ഓഫ് ദ പ്രോസസ്സ്. എത്രത്തോളം കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ് ഈ ഐഡിയയിലൂടെ സാറ്റിസ്ഫൈഡ് ആവുന്നു എന്ന് കാണാൻ വേണ്ടി എ കൈൻഡ് ഓഫ് റിസർച്ചാണ് കൺസെപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതിനെ ഒരു പ്രോഡക്റ്റിലേക്ക് ആക്കുന്നതിന് മുമ്പായിട്ട് അത് ചെക്ക് ചെയ്യുന്നു, അതാണ് കൺസെപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നത് പോസിബിലിറ്റി ഓഫ് സക്സസ് ഓഫ് ന്യൂ ഐഡിയ, ഇവാലുവേറ്റ് റിലേറ്റീവ് മെറിറ്റ്സ് ഓഫ് സെവറൽ പ്രോഡക്റ്റ് പ്രൊപ്പോസൽസ്, ഡിറ്റർമിൻ വെദർ ടു മോഡിഫൈ ആൻഡ് അബാൻഡൻ ദ പ്രോഡക്റ്റ് ഐഡിയ, to determine the size of potential market, management to adopt the suitable marketing policies in advance. മാനേജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നു പോളിസീസ് അഡ്വാൻസ് പോളിസീസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ പ്രോഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഐഡിയ മുമ്പോട്ട് കൊണ്ടുപോകണോ, അതുപോലെ തന്നെ നിർത്തി വെക്കണോ, അതോ വേണ്ടാന്ന് വെക്കണോ എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്റ്റേജാണ് കൺസെപ്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു റിസർച്ച് സ്റ്റേജാണ്. എത്രത്തോളം ഈ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങൾ ഈ പ്രോഡക്റ്റിലൂടെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ഡെവലപ്പിംഗ് ദ പ്രോഡക്റ്റ്. ആക്ച്വലി ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാണ്. കൺസെപ്റ്റ് ടെസ്റ്റിങ്ങിന് ശേഷം ആ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജാണ്. പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സ്റ്റേജ്, പ്രൊഡക്ഷൻ, ആക്ച്വൽ പ്രൊഡക്ഷൻ, ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുന്ന, ഐഡിയയെ ഫിസിക്കൽ ഫോമിലേക്ക് മാറ്റുന്ന സ്റ്റേജാണ് ഡെവലപ്പിംഗ് ദ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ടെസ്റ്റിംഗ് ദ പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു. കുഞ്ഞൊരു മാർക്കറ്റ് സെഗ്മെൻറ്റ് എടുത്തിട്ട് അത് അവിടെ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത് അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നു. അവിടെ രണ്ട് സ്റ്റേജ് പറയുന്നത്, രണ്ട് രീതി പറയുന്നുണ്ട്, പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് ആൻഡ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്ലേസിംഗ് ദ ന്യൂ പ്രോഡക്റ്റ് ഇൻ എ ഫ്യൂ സെലക്റ്റഡ് മാർക്കറ്റ്സ് വിത്ത് എ വ്യൂ ടു ഐഡൻറ്റിഫൈ വെദർ ദ പ്രോഡക്റ്റ് പെർഫോംസ് അപ് ടു പ്രോമിസ് ഓഫ് പ്രോഡക്റ്റ് കൺസെപ്റ്റ്. പ്രോഡക്റ്റ് കൺസെപ്റ്റിൽ ഐഡിയയിൽ പറഞ്ഞ അത്രയും തന്നെ പ്രോഡക്റ്റ് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ സെഗ്മെൻറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നു. അതിനെയാണ് പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സെലക്റ്റഡ് മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രോപ്പർ പ്രോഡക്റ്റ് പെർഫോമൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക, റിസ്ക് റെഡ്യൂസ് ചെയ്യുക, മോസ്റ്റ് പ്രൊഡക്റ്റീവ് മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക, നെസസറി ഡേറ്റ കളക്ട് ചെയ്യുക. ഇനി അതിന് മോഡിഫിക്കേഷൻസ് വരുത്താവുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് വേണമെങ്കിൽ വരുത്താനുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് introduction of new product in selected representative markets on a limited scale with a view to study the response of the customers towards the product. Customersന് അതിനോടുള്ള റെസ്പോൺസ് മനസ്സിലാക്കാൻ വേണ്ടി അതിന് കുറച്ച് മാർക്കറ്റിൽ കുറച്ചുകൂടെ വൈഡായിട്ടുള്ള കാര്യമാണ് ടെസ്റ്റ് മാർക്കറ്റിംഗ്. ടെസ്റ്റ് വുഡ് പ്രൊവൈഡ് മാനേജ്മെൻറ്റ് ആൻഡ് ഐഡിയ അബൌട്ട് ദ ഡിമാൻഡ് ഫോർ ദ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും അതുപോലെ തന്നെ ഇനിയുള്ള പ്രോഡക്റ്റ് സെഗ്മെൻറ്റ്സും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. കോമ്പറ്റീഷൻ്റെ എക്സ്റ്റെൻഡ് എത്രയുണ്ട്, എക്സ്പെക്റ്റഡ് സെയിൽസ് വോളിയം ആൻഡ് ദ പ്രോഫിറ്റ് ദാറ്റ് മൈറ്റ് ഈൽഡ് ഡിഫറെൻറ്റ് പ്രൈസിങ് സെലക്ട് ചെയ്യുക, അൾട്ടിമേറ്റ് ആയിട്ടുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ടെസ്റ്റ് മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. കുറച്ചുകൂടെ വൈഡായിട്ട് സെഗ്മെൻറ്റ്സിലേക്ക് ഇതിനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരുടെ റിയാക്ഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അതെന്തിനു വേണ്ടിയാണെന്ന് എൻ്റെ ഒബ്ജക്റ്റീവ്സ് പറയുന്നുണ്ട്. ടു ഇവാലുവേറ്റ് ദ കംപ്ലീറ്റ് മാർക്കറ്റിംഗ് പ്ലാൻ, അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ഈ പ്രോഡക്റ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നതിൽ പ്രോഡക്റ്റിനെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റീസ്, ചേഞ്ചസ് എന്തെങ്കിലും വരുത്തണമെന്നൊക്കെ ഉള്ളതാണ് പ്രോഡക്റ്റ് ടെസ്റ്റിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ടെസ്റ്റ് മാർക്കറ്റിങ്ങിലൂടെ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് എന്താണ്, ഏതൊക്കെ മാർക്കറ്റ് സെഗ്മെൻറ്റിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ പ്രൈസ് എങ്ങനത്തെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ
കോമ്പറ്റീറ്റേഴ്സിൻ്റെ നേച്ചർ എങ്ങനെ ഇരിക്കുന്നു, ഏതൊക്കെ ന്യൂ മാർക്കറ്റ് സെഗ്മെൻറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറച്ചും കൂടെ മാർക്കറ്റ് ഓറിയൻറ്റഡ് ആണ് ടെസ്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ഈസ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിനെ ബിസിനസ് ഫോമിലേക്ക് വിടുകയാണ്, മാർക്കറ്റിലേക്ക് വിടുന്ന ലോഞ്ചിങ് എന്ന് പറയും. അതാണ് കൊമേഴ്ഷ്യലൈസേഷൻ. ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. മാർക്കറ്റ് പോസിറ്റീവാണ്, ടെസ്റ്റ് മാർക്കറ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനെ ലാർജ് സ്കെയിൽ സെയിൽസിനായിട്ട് വിടും. അതാണ് കൊമേഴ്ഷ്യലൈസേഷൻ. മാർക്കറ്റഡ് ഫോർ എ ലാർജ് സ്കെയിൽ സെയിൽസ്. ദാറ്റ് ഈസ് നോൺ ആസ് കൊമേഴ്ഷ്യലൈസേഷൻ. ഇനി നമുക്ക് നോക്കേണ്ടത് റീസൺസ് ഓഫ് ഫെയില്യൂർ ഓഫ് ന്യൂ പ്രോഡക്റ്റിൻ്റെ ഫെയില്യൂർ ഉണ്ടാകാനുള്ള റീസൺസ്. നമ്മുടെ പ്രോഡക്റ്റ് മറ്റ് ഇപ്പം നിലവിലുള്ള പ്രോഡക്റ്റിൽ നിന്ന് വ്യത്യസ്തത ഒന്നുമില്ല. ഒരു ന്യൂ ഫങ്ഷൻ ഇല്ല, അല്ലെങ്കിൽ ന്യൂ സെയിം കസ്റ്റമേഴ്സിന് തന്നെ ചെറിയ ന്യൂ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാതെ ഒരു പ്രോഡക്റ്റ്. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഫങ്ഷൻസ് ആണെങ്കിലും പുതിയ രീതിയിൽ അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ സോപ്പിൻ്റെ കാര്യം പറയുകയാണ്. സോപ്പും ബോഡി വാഷ്, ലിക്വിഡ് ബോഡി വാഷ് രണ്ടും കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഒന്ന് ലിക്വിഡ് ഫോമിൽ, അപ്പോൾ അത് സെയിം ഐറ്റമാണ്, സെയിം സാധനമാണ് അതിനകത്തുള്ളത്, പക്ഷേ അത് ന്യൂ ഫോമിൽ, ന്യൂ വേയിൽ ഉപയോഗിക്കുക. അപ്പോൾ അതിന് അവിടെ ഒരു ഇന്നോവേറ്റീവ് ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ ഫീച്ചറുണ്ട് ആ ഒരു പ്രോഡക്റ്റിന്. അത് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ അവിടെ ആ പ്രോഡക്റ്റ് ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഇസ് പുവർ പ്ലാനിങ് ശരിയായിട്ടില്ല. നമ്മുടെ പ്രോഡക്റ്റ് ഫോർമുലേറ്റ് ചെയ്ത് എഫിഷ്യൻറ്റ് പ്ലാൻ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, എഫിഷ്യൻ്റ്ലി ഫോർമുലേറ്റഡ് പ്ലാൻ അല്ല എങ്കിൽ അതവിടെ ഫെയിലിയർ ആവും. നെക്സ്റ്റ് ഈസ് പുവർ ടൈമിങ്. ആ ഉദ്ദേശിക്കുന്ന അതായത് സീസണൽ ആയിട്ടുള്ള ചില പ്രോഡക്റ്റ്സ് ആണ്, അതിൻ്റെ ആവശ്യമുള്ള സമയത്തല്ലാതെ, ഇപ്പോൾ മഴ വരുന്ന സമയത്തല്ലാതെ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്തല്ലേ, അതിന് തൊട്ട് മുമ്പ് അല്ലാതെ കുടയുടെ പുതിയ ഇന്നോവേഷൻസ് ഇറക്കിയിട്ട് കാര്യമില്ല. അതുപോലെ ടൈമിങ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ മിസ്ഗൈഡ് എൻതൂസിയാസം. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സിൻ്റെ കുറിച്ചുള്ള ഓവർ എസ്റ്റിമേഷൻ ഓർ അണ്ടർ എസ്റ്റിമേഷൻ ഉണ്ട്. അപ്പം കോമ്പറ്റീറ്റേഴ്സ് ഇല്ലായിരിക്കും എന്നുള്ള ഒരു അസംഷനിൽ നമ്മുടെ പ്രോഡക്റ്റ് വലിയ ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞങ്ങോട്ട് കൊണ്ടുപോകും. പക്ഷേ അത് അവിടെ വന്നിട്ട് ഒരുപാട് നാളാകും. അപ്പോൾ മാർക്കറ്റ് റിസർച്ചിൻ്റെയൊക്കെ പ്രോബ്ലമാണത്. അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ധാരണയോടുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫെയിലിയർ ആവാൻ സാധ്യതയുണ്ട്. പ്രോഡക്റ്റ് ഡെഫിഷ്യൻസീസ്. പ്രോഡക്റ്റിന് പ്രോബ്ലംസ് ഉണ്ടായെങ്കിൽ, അത് ക്വാളിറ്റി പ്രോഡക്റ്റ് അല്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ടെസ്റ്റിങ്ങിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ ഫെയിലിയർ ആവാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഏറ്റവും ബേസിക് കാര്യമാണ്. അതുപോലെ പ്രൈസിങ്ങും കസ്റ്റമേഴ്സിന് നമ്മുടെ ടാർഗറ്റ് സെഗ്മെൻറ്റ്സിൻ്റെ അവർ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൈസിങ് അല്ല എങ്കിലും അത് ഫെയിലിയർ ആവും. ടാർഗറ്റിംഗ് ദ റോങ് മാർക്കറ്റ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സെഗ്മെൻറ്റ് നമ്മുടെ സെഗ്മെൻറ്റ് അല്ല എന്നുള്ളെങ്കിലും അവിടെ പ്രശ്നമുണ്ടാകും. അതുപോലെ തന്നെ ഇൻകറക്റ്റ് പ്രൈസിങ്. അതാണിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. കറക്റ്റ് പ്രൈസിങ് അല്ല, നമ്മുടെ കസ്റ്റമേഴ്സ് എത്തരത്തിലുള്ള ആൾക്കാരാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു പ്രൈസ് ഫിക്സ് ചെയ്താൽ മാത്രമേ അത് നമ്മുടെ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കത്തുള്ളൂ. ഇതൊക്കെയാണ് റീസൺസ് ഓഫ് ഫെയിലിയർ ഓഫ് ന്യൂ പ്രോഡക്റ്റ്. അപ്പോൾ ആ ഒരു എസ്സേയിൽ വേണ്ടത് മെയിൻ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമുക്ക് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അതുപോലെ വാട്ട് ഇസ് മീനിങ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് ഇസ് മെയിൻ കണ്ടന്റ് പ്രോസസ് ഓർ സ്റ്റേജസ് ഓഫ് സ്റ്റെപ്സ് ഇൻ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. ദെൻ കൺക്ലൂഷൻ, വാട്ട് ആർ ദ റീസൺസ് ഓഫ് ഫെയിലിയർ ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. അത് വളരെ ചെറിയൊരു ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല, കൺക്ലൂഷനായിട്ട് എഴുതിയാൽ മതി. ഇത്രയാണ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ എസ്സേ. താങ്ക് യു.